മക്കളെ, വെൽക്കം ബാക്ക് ടു എജിപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. നിങ്ങളുടെ സ്വന്തം പറഞ്ഞ താമസമാണ്. യെസ്, അപ്പൊ ഇനി ആനുവൽ എക്സാമിന് നമുക്ക് നമ്മുടെ മുന്നിൽ ആകെ കഷ്ടിച്ചൊരാഴ്ച മാത്രമേ സമയമുള്ളൂടാ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ, മിസ്സേ ഇംഗ്ലീഷിന് എത്ര പോർഷൻസ് പഠിക്കേണ്ട വരും, ഇംഗ്ലീഷിന് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുള്ള ഒരുപാട് ഡൗട്ട്സ് എൻ്റെ മക്കൾക്ക് ഉണ്ടാവും. അപ്പൊ ആ ഡൗട്ട്സിനൊക്കെ ഉള്ള ഒരു കറക്റ്റ് ഒരു ആൻസറുമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനൊക്കെ കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ കിട്ടും കേട്ടോ. യെസ്, അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ വേഗം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെയാണ് പോർഷൻസ്, ഈ ഒരു പോർഷൻസ് ഒക്കെ തന്നെ പഠിച്ചാൽ മതി. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞ് എല്ലാവരും ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നാണെങ്കിൽ, അല്ലെങ്കിൽ മിസ്സിൻ്റെ അടുത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് എന്തായാലും കമന്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കടാ. യെസ്, നമ്മുടെ ആനുവൽ എക്സാമിന് എന്തൊക്കെയാണ് പോർഷൻസ് വരുന്നത്? യെസ്, അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ എജുപോർട്ടിൽ എടുക്കുന്ന എല്ലാ എന്താ പറയുക ക്ലാസ്സിന്റെയും നോട്ട്സ് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പൊ ആ നോട്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ തന്നെ കിട്ടും. യെസ്, അതെങ്ങനെയല്ലേ, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ വീഡിയോന്റെ താഴെയുള്ള നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലാണ്, അവിടേക്കാണ് പോവുക. സോ ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ ജോയിൻ ചെയ്തതിന് ശേഷം തൊട്ടുള്ള എല്ലാ നോട്ട്സും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ വേഗം ജോയിൻ ചെയ്തോ, ലേറ്റ് ആവണ്ട. യെസ്, നോക്കിയിടാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരിക നമുക്ക് ആദ്യം പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾക്ക് മിക്കവാറും എന്തെങ്കിലും ഒരു കവിത ഉണ്ടാവും കേട്ടോ. അതായത് നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത ഏതെങ്കിലും ചെറിയൊരു പോയം തരും. എന്നിട്ട് ആ പോയമിൻ്റെ അകത്ത് അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ആ പോയമിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, റൈമിങ് വേർഡ്സ് ആണ്. എന്താ മക്കളെ റൈമിങ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താടാ റൈമിങ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, റൈമിങ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ വേർഡ്സ് വിച്ച് സൗണ്ട് സിമിലർ അല്ലേ, കേൾക്കാൻ ഒരേപോലെയുള്ള വേർഡ്സിനല്ലേ നമ്മൾ റൈമിങ് വേർഡ്സ് എന്ന് പറയാം അല്ലേ? ക്യാറ്റ്, മാറ്റ്, ബാറ്റ് ഒരേപോലെ ഇല്ലേ? പിന്നെ എന്താണ് ഫ്ലഡ്, ബ്ലഡ് അല്ലേ, ഒരേപോലെ ഇല്ലേ? പിന്നെന്താ റിംഗ്, സിങ് അല്ലേ, ഒരേപോലെ ഇല്ലേ? ഇതേപോലെ വേർഡ്സ് വിച്ച് സൗണ്ട് സിമിലർ, ഒരേപോലെ കേൾക്കാനുള്ള വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, റൈമിങ് വേർഡ്സ്. ചിലപ്പോൾ ആ ഒരു കുഞ്ഞൊരു കവിത വരുന്നുണ്ടാവും. ആ കവിതേൻ്റെ അകത്ത് നിങ്ങളുടെ റൈമിങ് വേർഡ്സ് പിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആ കവിതേനെ ബേസ് ചെയ്തിട്ട് ഒരു 3-4-5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അത് ആൻസർ ചെയ്യാനുണ്ടാവും. അല്ലെങ്കിൽ ചെറിയൊരു കഥ തരും. ഓക്കെ, നിങ്ങൾക്ക് ചെറിയൊരു കഥ തരും അല്ലേ? അപ്പൊ ആ കഥ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യണം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ ഉണ്ടാവും. അപ്പൊ മേ ബി എന്തായിരിക്കും വെച്ചാൽ ആ സ്റ്റോറിക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ ഒന്നുണ്ടാവുക. എന്താണ്? യെസ്, ആ സ്റ്റോറിക്ക് നിങ്ങളെടുത്തൊരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി പറയാൻ ഒരു സാധ്യതയുണ്ട് കേട്ടോ. യെസ്, അപ്പൊ അതിന് ഒരു ചാൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ചാൻസ് ഉള്ള വേറെ ക്വസ്റ്റ്യൻ തോട്ട്സ് ആണ് കേട്ടോ. യെസ്, എന്താണ് തോട്ട്സ് അല്ലേ? നിങ്ങൾ പഠിക്കുന്ന സ്റ്റോറീസിൻ്റെ അകത്തുനിന്ന് ചിലപ്പോൾ നമ്മുടെ ആ ഒരു അല്ലേ ഗേളിൻ്റെ ആ അമ്മയും മോളും കൂടിയുള്ള ആ ഒരു ഗേൾ ഉണ്ടല്ലോ, യെസ്, അവളുടെ ആ ഒരു തോട്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തോട്ട് എഴുതാൻ വേണ്ടി ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കോൺവെർസേഷൻ കേട്ടോ, നമ്മൾ പഠിക്കാനുള്ള ഏതെങ്കിലും സ്റ്റോറീസ് മിസ് പറഞ്ഞുതരാം, ഏതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ലെസൺസ് പറഞ്ഞുതരാം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ എഴുതാൻ ചോദിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ കോൺവെർസേഷൻ ഒരു സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് മക്കളെ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഓക്കെ, ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനെ കുറിച്ചിട്ടും അല്ലെ, ഇപ്പം നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഫാമിംഗ് അല്ലെ, ഇപ്പം നമ്മൾ ലാസ്റ്റ് ഉണ്ട് എന്താണ് ഫാമിങ്ങിനെ കുറിച്ചിട്ടുള്ളതാണല്ലോ. സോ നിങ്ങളുടെ അടുത്ത് എന്താണ് അവിടെ വീട്ടിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു കൃഷി ഇല്ലേ, പുതിയ കൃഷി തുടങ്ങാൻ പോവാണ്. സോ അതിനെ കുറിച്ചൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, പോസ്റ്റർ അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ പ്ലക്കാർഡ് ആണ് കേട്ടോ. എന്താണ്? പോസ്റ്റർ അല്ലെങ്കിൽ പ്ലക്കാർഡ്. ഓക്കെ, എന്താണ് പോസ്റ്റർ അല്ലെങ്കിൽ പ്ലക്കാർഡ്, ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാൻ നല്ല കൂടുതൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റീഅറേഞ്ചിങ് ദി ഓർഡർ. നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ ഒരു സ്റ്റോറിയിൽ ഏതെങ്കിലും ഇപ്പം നമുക്ക് പഠിക്കാൻ കുറച്ച് സ്റ്റോറീസ് ഒക്കെ ഉണ്ടല്ലോ, ആ സ്റ്റോറീസിൽ ഏതെങ്കിലും ഒരു സ്റ്റോറി അതിൻ്റെ നിങ്ങൾ കൃത്യമായിട്ട് ആ സ്റ്റോറി പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ അത് വായിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓർഡർ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. ആദ്യം എന്താണ് കഥയിൽ നടക്കുന്നത്, പിന്നെ എന്താണ് കഥയിൽ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അറിവുണ്ടാവില്ലേ? യെസ്, സോ ആ ഒരു ഓർഡർ റീഅറേഞ്ച് ചെയ്യാന്നുള്ളതായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി ആണ് കേട്ടോ. പിന്നെ ഉറപ്പായിട്ടും ഒരു എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ്റെ അകത്ത് മക്കളെ സിമ്പിൾ ആണ്, ക്യാപിറ്റൽ മാർക്ക് ചെയ്യാൻ. ഓക്കെ, ചിലപ്പോൾ സ്മോൾ ലെറ്ററിലായിരിക്കും അവർ തന്നിട്ടുണ്ടാവുക, അപ്പൊ അതിനെ ക്യാപിറ്റൽ ആക്കാൻ വേണ്ടി ഉണ്ടാവും. അതേപോലെ തന്നെ പങ്ക്ച്വേഷൻ,
എന്താണ് പങ്ക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ? യെസ്, പങ്ക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇടാനോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാനോ കോമ ഇടാനോ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സോ അതിനാണ് പങ്ക്ച്വേഷൻ എന്ന് പറയാം. അതേപോലെ തന്നെ ചിലപ്പം ING ചേർക്കാനുണ്ടാവാം, ING ചേർക്കാൻ, അല്ലെങ്കിൽ ഈസ് ഓർ വാസ് ആക്കി മാറ്റാൻ. ഓക്കെ, അതായത് പാസ്റ്റ് ടെൻസിലേക്ക് ചിലപ്പം സെന്റൻസിന് നമ്മൾ പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ എന്താണ് വാസ് ആയി മാറും അല്ലേ, അങ്ങനെ അതിനെ വാസ് ആക്കി മാറ്റാൻ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ചിലപ്പോൾ അവർ സ്പെല്ലിങ് തെറ്റിച്ചു കൊടുക്കും. എന്താണ്? യെസ്, അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, സ്പെല്ലിങ് തെറ്റിച്ചു കൊടുക്കും. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ആ സ്പെല്ലിങ് എഴുതേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചു വെക്കുക കേട്ടോ. ആ ടെക്സ്റ്റ് ബുക്കിൽ ബേസ് ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് വായിച്ചിട്ടുള്ള എല്ലാവർക്കും എന്താണ് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി കഴിയും കേട്ടോ. പിന്നെ പിക്ചർ ഡിസ്ക്രിപ്ഷൻ, അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു പിക്ചർ തരും, നിങ്ങൾക്ക് നല്ലൊരു ഇമേജ്, ഒരു ചിത്രം തരുന്നുണ്ടാവും. എൻ്റെ ആ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ചെറിയൊരു പാരഗ്രാഫ് എഴുതുക. ഇതൊക്കെ ഇതിന് മുന്നേ നമുക്ക് വന്നിട്ടുള്ള ടാസ്ക് ആണല്ലോ. യെസ്, അങ്ങനത്തെ ഒരു ക്വസ്റ്റിന് ചാൻസ് ഉണ്ട്. പിന്നെ ഒന്നടാ പസിലാണ്. പസിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രോസ് വേർഡ് പസിൽ ഇങ്ങനെ വെച്ചിട്ടില്ലേ കുറച്ച് ക്ലൂസ് ഉണ്ടാവും. എൻ്റെ ആ ക്ലൂസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ക്രോസ് വേർഡ് പസിൽ ഫില്ല് ചെയ്യുക. യെസ്, അങ്ങനത്തെ പസിലിനും ചിലപ്പോൾ ഒരു സാധ്യതയുണ്ട്. പിന്നെ ലാസ്റ്റ് ഡയറി എൻട്രി ആണ്. ഡയറി എൻട്രി ഓൾമോസ്റ്റ് നമ്മളുടെ എന്ത് പോലെ തന്നെയാണ് യെസ്, തോട്ട്സ് പോലെ തന്നെയാണ് കേട്ടോ. വലിയ വ്യത്യാസമൊന്നുമില്ല ഡയറി എൻട്രിക്ക്, തോട്ട്സ് പോലെ തന്നെയാണ് കേട്ടോ ഉള്ളത്. യെസ്, അപ്പോൾ ഈ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാ എഴുതുക, എങ്ങനെയാ പഠിക്കുക എന്നുള്ള ഒരു പേടി ഉണ്ടാവില്ല നിങ്ങൾക്ക്. ഒന്നുകൊണ്ട് പേടിക്കണ്ട. എന്തായാലും നമ്മുടെ ഇംഗ്ലീഷിന്റെ ലൈവ് മിസ്സും ആദിത്യ നല്ല അടിപൊളി ലൈവും ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ലൈവിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണടാ നമ്മൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള കറക്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ. പേടിക്കണ്ട. യെസ്, ഇനി നിങ്ങൾ മെയിനായിട്ടും പഠിക്കേണ്ടത്, അതായത് നമ്മുടെ ടെക്സ്റ്റിൻ്റെ അകത്തുള്ള മുഴുവൻ ലെസൺസ് നിങ്ങൾ പഠിക്കേണ്ട, എന്നാലും കൂടുതലായിട്ടും ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ലെസൺസ് ലാസ്റ്റ് യൂണിറ്റ് ഈ പറയുന്ന സീഡ് ആൻഡ് സോയിൽ ഇല്ലേ, ഇത് ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. ഇതിൻ്റെ അകത്തുള്ള സീഡ് ആൻഡ് സോയിലിനകത്ത് ആ ഒരു മുത്തശ്ശിയുടെ മകളുടെ ആ കഥയില്ലേ, അത് പഠിച്ചു വെക്കണം. പിന്നെ ഫാമർ എന്ന് പറഞ്ഞ പോം അത്രയും നിങ്ങളത് അതൊന്ന് വായിച്ചു വെക്കുക കേട്ടോ. യെസ്, അപ്പോൾ ഇത് എന്തായാലും മിസ് അങ്ങനെ പറയുന്നില്ല, പിന്നെ നിങ്ങളൊന്നും പഠിക്കാതെ പോകും. അപ്പം ഈ ലെസൺസ് ഉറപ്പായിട്ടും നല്ലോണം ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. ഏതൊക്കെയാണ്? സോൾട്ട് ഇൻ ഹിസ് ഷൂസ്, ഇത് ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻ ആയിരുന്നു, എന്നാലും ചിലപ്പോൾ അതിൻ്റെ അകത്ത് അന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്രാവശ്യം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഓൾ യു ഹൂ സ്ലീപ് ടു നൈറ്റ്, ദ ഗിവിംഗ് ട്രീ, സീഡ് ആൻഡ് സോയിൽ, ദ ഫാമർ, എ ഡേ അറ്റ് ദി ഫാം. അപ്പോൾ ഇത്രയും ലെസൺസ് നിങ്ങൾ ഉറപ്പായിട്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇതിൻ്റെ അകത്ത് നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബാക്കി നമ്മുടെ ആദ്യമുള്ള പോർഷൻസിനൊന്നും അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനുള്ള സാധ്യതയില്ല കേട്ടോ. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക, എല്ലാവരും ഒരു ടെൻഷനും ഇല്ലാണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് നമ്മുടെ എഡ്യൂപോർട്ടിന്റെ ലൈവുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ലൈവിന്റെ അകത്ത് എന്താണ് നിങ്ങൾക്ക് എല്ലാ ആക്ടിവിറ്റീസും മിസ്സുമാർ സെറ്റ് ആക്കി തരും കേട്ടോ. അപ്പൊ പഠിക്കാൻ റെഡിയാണല്ലോ അല്ലേടാ? ഓൾ ദി ബെസ്റ്റ്.